ഈ ഒരു ടേബിളിൽ നിന്ന് നമ്മളെ ഒരു ഷീറ്റ് മെറ്റൽ അപ്പോൾ ഈ ഒരു 2-3 ടേബിളുണ്ട്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ക്വസ്റ്റ്യന് ഇനി സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആണെങ്കിൽ ഒരു 4 ഒരു ഓപ്ഷൻ വരുന്ന രീതിയിൽ ഈ ടേബിളിൽ നിന്ന് നമുക്ക് ചോദിക്കാം. നമ്മൾ ഒന്നാമത്തെ സിലബസിൽ ഷീറ്റ് മെറ്റലിൻ്റെ 6 മാർക്ക് എന്നുള്ള മെറ്റൽസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് മെറ്റൽ, സ്പെസിഫിക് ഗ്രാവിറ്റി, അവയുടെ മെൽറ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലാണ് ഇവിടെ യൂണിറ്റ് തന്നിട്ടുള്ളത്. ഇനി കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബും തരാം. പക്ഷേ മെയിനായിട്ട് ചോദിക്കൽ ഇങ്ങനെയാണ്, ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് ചോദിക്കുക. അതിൽ മാഗ്നീഷ്യം 1.77 ആണ്. അതിനേക്കാളും കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള മെറ്റലാണ് അലുമിനിയം. 2.7, 2.71 ഒക്കെ കണ്ടിട്ടുണ്ട്. അലുമിനിയം സാധാരണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അലുമിനിയം 2.7 ആണ്. ടൈറ്റാനിയം 4.51 ആണ്. ക്രോമിയം ആകുമ്പോൾ 6.92 ആണ്. സിങ്കിൻ്റെ ചോദിച്ചിട്ടുണ്ട് 7.14 മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടിന്ന് 7.30. സിങ്കും ടിന്നും നമുക്ക് ഏകദേശം മനസ്സിൽ കിട്ടും. പിന്നെ അയേണ് അല്ലെങ്കിൽ സ്റ്റീല് നോക്കി വെച്ചോ 7.87 ആണ്. പിന്നെ കാർട്രിഡ്ജ് ബ്രാസ് 8.53. പിന്നെ ബ്രോൺസ് 8.80. നിക്കലും നിക്കൽ സിൽവറും നോക്കി വെക്കുക. രണ്ടും ഒരേ വാല്യൂ പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നിക്കലും നിക്കൽ സിൽവറും 8.9 പഠിച്ചു വെച്ചാൽ മതി. കോപ്പർ മുമ്പ് ചോദിച്ചിട്ടുണ്ട് 8.96 ആണ്. സിൽവർ ചോദിച്ചിട്ടുണ്ട് 10.49 ആണ്. ഗോൾഡ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ 19.32 ആണ്. ഹെവി മെറ്റൽ എന്ന് പറയുന്ന ലെഡ് ചോദിച്ചിട്ടുണ്ട് 11.34 ആണ്. ഈ ഇമേജ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി ഇതേ ഒരു ടേബിൾ തന്നെയാണ് ഈ സാധനം. അലുമിനിയം 2.72, നമ്മൾ 2.7 പഠിച്ച് 2.72 എന്ന് പഠിച്ചു വെക്കുക. ആ റേഞ്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ടൈറ്റാനിയം 4.5 ആണ്. വനേഡിയം 5.49 ആണ്. സിങ്ക് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ടിന്നും പഠിച്ചു വെക്കുക. സ്റ്റീല് എത്ര നമ്മൾ പറഞ്ഞ് 7.85 ആണ്. ബ്രാസ് പഠിച്ചു വെക്കുക. കോപ്പറിൻ്റെ പഠിച്ചു വെക്കുക 8.94 ആണ്. പിന്നെ ലെഡിൻ്റെ പഠിച്ചു വെക്കുക, ഹെവി മെറ്റലാണ് ചോദിക്കും. പലേഡിയം 12 ആണ്. ഗോൾഡ് പഠിച്ചു വെക്കുക 19.3 ആണ്. പ്ലാറ്റിനം പലേഡിയം പഠിച്ചു വെക്കുക കേട്ടോ. പ്ലാറ്റിനം 21.4 ആണ്. ഇനി മെൽറ്റിംഗ് പോയിൻറ്റ് പഠിച്ചു വെക്കണം. നിങ്ങൾ ഡിഗ്രി സെൽഷ്യസിൽ പഠിച്ചിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അലുമിനിയം 660 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബ്രാസ് 930 ആണ്. കാസ്റ്റേൺ 1204 ആണ് കേട്ടോ. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടോ 1530 വരെ മാക്സിമം പോകും. പിന്നെ ടൈറ്റാനും ടങ്സ്റ്റൺ ആണ് ഏറ്റവും കൂടുതൽ 3400ഓളം എന്നുണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽറ്റിംഗ് പോയിൻറ്റ്. ഈ ഒരു ടേബിളാണ് നമ്മൾ മെയിനായിട്ട് നോക്കി വെക്കേണ്ടത്. നമുക്ക് ആദ്യം നോക്കി നോക്കാം. അലുമിനിയം സിമ്പിൾ നമുക്കറിയാമല്ലേ, അലുമിനിയം AL. അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് എത്ര ആയിരിക്കും? ഡിഗ്രി ഫാരൻഹീറ്റിലാണ് കേട്ടോ. ഇത് നമുക്ക് സാധാരണ ചോദിക്കാറില്ല, നമുക്ക് ചോദിക്കാറ് ഡിഗ്രി സെൽഷ്യസിലാണ്. 660 ഡിഗ്രി സെൽഷ്യസ് ആണ് അലുമിനിയത്തിൻ്റെ ഇത് കേട്ടോ. ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.7 ആണ്. ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് കളി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതാണ് ആൻറ്റിമണി നോക്കണ്ട. ബിസ്മത്ത്, കാഡ്മിയം, നമ്മൾ ക്രോമിയം നോക്കുക. അതുപോലെ തന്നെ അയേൺ നോക്കുക കേട്ടോ. അയേൺ Fe. ഇനി 1539 ആണ് അതിൻ്റെ ഡിഗ്രി സെൽഷ്യസിലുള്ള മെൽറ്റിംഗ് പോയിൻറ്റ്. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി 7.87 ആണ്. പിന്നെ ടിന്നി, ലെഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഈ ഒരു ടിന്നിൻ്റെ ഒക്കെ നോക്കുക കേട്ടോ. ഉണ്ടോ 232 ആണ് ഡിഗ്രി സെൽഷ്യസിലുള്ളത്. സിങ്കിൻ്റെ 420 വരെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ ആണോ? ഈ ഒരു ടേബിളിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അലുമിനിയം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രോമിയം പഠിച്ചു വെക്കുക. കൊബാൾട്ട്, കോപ്പർ പഠിച്ചു വെക്കണം. ഗോൾഡ് ചോദിച്ചിട്ടുണ്ട്. അയേൺ ചോദിക്കാറുണ്ട്. ലെഡ് പഠിക്കണം. മാഗ്നീഷ്യം പഠിക്കണം. നിക്കൽ പഠിക്കണം. പിന്നെ സിലിക്കണും ടിന്നും സിങ്കും പഠിച്ചു വെക്കുക. ഇത്രയും മതി. ബാക്കിയുള്ളത് നിങ്ങൾക്ക് റാങ്ക് മേക്കിങ്ങിന് ആഗ്രഹമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, എല്ലാം പഠിച്ചു വെക്കുക. ബാക്കിയുള്ള ആൾക്കാർ മിനിമം ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്കിനി അടുത്ത ടോപ്പിക്കാണ് സ്റ്റീല്. ദിസ് എ പ്യുവർ അയൺ. കാർബൺ കണ്ടൻറ്റ് കൂടുതലാണിതിൽ. ഇനി ഡ്യൂ ടു എക്സസീവ് കാർബൺ ഇറ്റ് ഈസ് ഹാർഡർ ആൻഡ് ടഫർ. കാർബണിൻ്റെ അളവ് കൂടുന്തോറും എന്തായിരിക്കും, ഹാർഡ്നെസ്സും ടഫ്നെസ്സും കൂടും. അതുകൊണ്ട് തന്നെ കാർബൺ കണ്ടൻറ്റ് എത്ര വരികയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.15 മുതൽ 1.5% വരെ വരും. ഈ ഒരു പെർസെൻറ്റേജിനെ അനുസ്പദമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 ക്ലാസിഫൈ ചെയ്യാം.
ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ എന്ന് ക്ലാസിഫൈ ചെയ്യുക. അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് PSC ചോദിക്കാറുണ്ട്. ബിസൈഡ് ദർ ആർ അതർ ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സൾഫർ ഉണ്ടാവും, ഫോസ്ഫറസ് എല്ലാം ഉണ്ടാവും. ആൻഡ് ആർ ദർ വിച്ച് കനോട്ട് ബി സെപ്പറേറ്റഡ്. ഇത് സ്റ്റീലിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദിസ് ഇസ് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് ബൈ ഹീറ്റിംഗ് ഇറ്റ് ടു എ ഡെഫിനിറ്റ് ടെമ്പറേച്ചർ ആൻഡ് കൂളിംഗ് ഇറ്റ് ഇൻ ഓയിൽ ഓർ വാട്ടർ. നമ്മൾ കൊഞ്ചിങ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പഠിച്ചില്ലേ, ആ കേസ് കൊണ്ട് എന്ത് ചെയ്യുക, സ്റ്റീലിന് നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കാം. ഇനി ദി ഫോളോയിങ് മെത്തേഡ്സ് ആർ അഡോപ്റ്റഡ് ബൈ മേക്കിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ. സിമെൻറ്റേഷന്, ക്രൂസിബിൾ, ബെസിമർ പ്രോസസ്സ്, ഓപ്പൺ ഹെർത്ത് ഫർണസിലുള്ളത്, അതുപോലെ തന്നെ ഇലക്ട്രോ തെർമൽ പ്രോസസ്സ്, ഹൈ ഫ്രീക്വൻസി പ്രോസസ്സ്, ഇതൊക്കെ വഴി എന്ത് ചെയ്യാം, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റീലിനെ നിർമ്മിച്ചെടുക്കാം. PSC പോയിൻ്റ് ഓഫ് വ്യൂരും അതുപോലെ തന്നെ ഷീറ്റ് മെറ്റലിൻ്റെ സിലബസ് പ്രകാരം ഇനിയുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ടൈപ്പ് ഓഫ് സ്റ്റീൽ, പ്ലെയിൻ സ്റ്റീലും അലോ സ്റ്റീലും ഉണ്ട്. അതിൽ പ്ലെയിൻ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് കാർബൺ ആൻഡ് അയൺ ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അക്കോർഡിംഗ് ടു ദി പെർസെൻറ്റേജ് ഓഫ് കാർബൺ പ്ലെയിൻ സ്റ്റീൽസ് ആർ ക്ലാസിഫൈഡ് ആസ് 3 ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. ഇത് ലോ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് മൈൽഡ് സ്റ്റീൽ. കാരണം മൈൽഡ് പറഞ്ഞാൽ കുറച്ചല്ലേ ഉള്ളൂ കാർബൺ, അതുകൊണ്ട് തന്നെ മൈൽഡ് സ്റ്റീൽ എന്ന് വിളിക്കും. ഇൻ ദിസ് ദി പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഈസ് 0.15% to 0.25. സാധാരണ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി 0.15% ഉണ്ടെങ്കിൽ എന്ത് വിളിക്കും, ലോ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ ഡ്യൂ ടു ലെസ് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഈസ് സഫിഷ്യൻ്റ്ലി സോഫ്റ്റ് ആൻഡ് ടോളറേറ്റ് ദിസ് സ്ട്രെയിൻ. സോഫ്റ്റ് ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി പുട്ട്സ് ഡിഫറെൻറ്റ് ഷേപ്പ് ത്രൂ ഫോർജിങ്, റോളിംഗ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. ദിസ് ഇസ് നോട്ട് വെരി ഹാർഡ്. അടുത്തത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നോട്ട് വെരി ഹാർഡ് അല്ലെങ്കിൽ സ്ട്രോങ് ആവില്ല, കാരണം കാർബണിൻ്റെ അളവ് അല്ലാണ്ടല്ല. ദിസ് കാനോട്ട് ബി ഹാർഡൻഡ് ഓർ ടെമ്പേർഡ് ബൈ ഓർഡിനറി മെത്തേഡ്. ഓർഡിനറി മെത്തേഡ് വെച്ചിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഹാർഡിനും കാർബണിനും ചെയ്യാനും പാടില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ കാർബണിൻ്റെ അളവ് കൂട്ടണം. കാർബറൈസിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യണം. നെറ്റ്സ്, ബോൾട്ട്, റിവറ്റ്, ഷീറ്റ്, വയേഴ്സ്, അയൺ, ആംഗിൾ അയൺ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ കൊണ്ട് നമുക്ക് ചെയ്യാം. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് മീഡിയം കാർബൺ സ്റ്റീൽ. ദി കാർബൺ കണ്ടന്റ് ഈസ് ഫ്രം 0.25 to 0.5% ഡ്യൂ ടു എക്സസ് ഓഫ് കാർബൺ. കണ്ടോ, ഇറ്റ് ഈസ് ഹാർഡർ ആൻഡ് ടഫർ ദാൻ മൈൽഡ് സ്റ്റീൽ. കാർബൺ അളവ് കൂടിയുണ്ട്, കാരണം 0.15 എത്രയായി, 0.5 വരെ ആയിട്ടാണ്. ഈ പെർസെൻറ്റേജ് ചില ടെക്സ്റ്റ് ബുക്കിൽ മാറും കേട്ടോ, 0.15, 0. അങ്ങനെ ചെറിയ മാറ്റം വരും. എന്നാലും ഈ റേഞ്ച് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ദി ടെനാസിറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചാലേ. ദിസ് ക്യാൻ ബി ഹാർഡ് ആൻഡ് ടെമ്പേർഡ്. ഇതെന്ത് ചെയ്യാം, മൈൽഡ് സ്റ്റീലിന് പെട്ടെന്ന് നമുക്ക് ടെമ്പേർഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതെന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പേർഡ് ഹാർഡ് ആൻഡ് ചെയ്തെടുക്കാം. വേരിയസ് തിങ്സ് ആർ മെയ്ഡ് ഫോർജിങ് ആൻഡ് റോളിംഗ്. ദിസ് ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹൈ ടെൻസൈൽ ട്യൂബ്സ്, വയേഴ്സ്, അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്, IC എഞ്ചിൻ്റെ കണക്ട് റോഡ്, ക്യാം ഷാഫ്റ്റ്, സ്പാനേഴ്സ്, പുള്ളി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മീഡിയം കാർബൺ സ്റ്റീൽ വെച്ചിട്ടുണ്ടാക്കാം. ഇനി അടുത്തതാണ് ഹൈ കാർബൺ സ്റ്റീൽ. പേര് പോലെ തന്നെ ഇറ്റ് ഹാസ് കാർബൺ കണ്ടന്റ് ഫ്രം 0.5% to 1.5. ഇവിടെ 5 പകരം 7 കണ്ടിട്ടുണ്ട് കേട്ടോ ചില ടെക്സ്റ്റ് ബുക്കിൽ. ഇറ്റ് ഈസ് ആ റേഞ്ചുകളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ 1.5 അപ്പുറം പോകത്തില്ല എന്ന് ആലോചിച്ച് നോക്കുക. ഇറ്റ് ഈസ് വെരി ഹാർഡ് ആൻഡ് വിയർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. ദിസ് ക്യാൻ ബി ഹാർഡൻഡ് ബൈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ദിസ് ക്യാൻ നെയ്തർ ബി കാസ്റ്റോ നോ റോൾഡ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഹൈ കാർബൺ സ്റ്റീൽ നമുക്ക് എന്ത് ചെയ്യില്ല, കാസ്റ്റ് ചെയ്യാനും റോൾ ചെയ്യാനും പറ്റത്തില്ല. ദിസ് ഈസ് വെരി ഹാർഡ് ആൻഡ് ടഫ്. കാർബൺ കണ്ടന്റ് കൂടുതലായത് കാരണം ഹാർഡ് ആൻഡ് ടഫാണ്. ഇറ്റ് അക്വയേഴ്സ് പെർമനൻറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പോയിന്റ്, ടൂൾ, സ്പ്രിങ്, പമ്പ്, ഫയൽസ്, കട്ട്ലറീസ്, അതുപോലെ തന്നെ കോൾഡ് ചിസൽ, പ്ലസ് എക്സെട്ര. ഇനി അടുത്തതാണ്, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് പ്ലെയിൻ സ്റ്റീലാണ്, അയേണും കാർബണും ഉള്ളത്. പക്ഷേ അലോ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ, ഐസ്പീഡ് സ്റ്റീൽ എന്നൊക്കെ പഠിച്ചില്ലേ, അതേപോലെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ TCV ടങ്സ്റ്റൺ മറ്റേ TCV 18.41 ആ പെർസെൻറ്റേജ് ഒക്കെ പഠിച്ചില്ലേ. ഇനി ടൈപ്സ് ഓഫ് അലോ സ്റ്റീൽ നമുക്ക് നോക്കി നോക്കാം. HSSൻ്റെ കോമ്പോസ്റ്റം പഠിക്കണം, അതുപോലെ തന്നെ സ്പ്രിംഗ് സ്റ്റീലിൻ്റെ കോമ്പോസ്റ്റം പഠിക്കണം. പിന്നെ ഈ 3 ക്ലാസിഫിക്കേഷൻ, മൈൽഡ് സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, അതിൻ്റെ കോമ്പോസ്റ്റം പഠിക്കണം. നമുക്ക് നോക്കി നോക്കാം ടൈപ്പ് ഓഫ് അലോ സ്റ്റീൽ. വെൻ ദി സ്റ്റീൽ മിക്സഡ് വിത്ത് അതർ മെറ്റലിലേക്ക് വനേഡിയം എന്നായിരിക്കും കേട്ടോ, മാംഗനീസ്, ടങ്സ്റ്റൺ എക്സെട്ര. ഇറ്റ് ഈസ് കാൾഡ് ആൻ അലോ സ്റ്റീൽ. അലോ സ്റ്റീൽ ആസ് പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ്സ് ഇൻഗ്രീഡിയൻസ്. ഏത് ഇൻഗ്രീഡിയൻ്റ് ആണോ ചേർക്കുക, അപ്പോൾ വിയർ റെസിസ്റ്റൻറ്റും കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ക്രോമിയം ചേർക്കാമെന്നൊക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചില്ലേ. അത് ഏത് ഇൻഗ്രീഡിയൻ്റ് ആണോ ചേർക്കുന്നത് അതിൻ്റെ പ്രോപ്പർട്ടിയാണ് അധികം കാണിക്കുന്നത്. ഇനി ലോ അലോ സ്റ്റീലും ഹൈ അലോ സ്റ്റീലും ഉണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ലോ അലോ സ്റ്റീൽ. ബിസൈഡ്സ് കാർബൺ അതർ മെറ്റൽസ് ആർ ഇൻ ലെസ്സർ ക്വാണ്ടിറ്റി. നമ്മൾ
അലോ ചെയ്യുന്ന മെറ്റൽസ് എന്തായിരിക്കും? കാർബൺ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. ഈ ടെൻസൈൽ സ്ട്രെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ദി വെൽഡിംഗ് ക്യാൻ വർക്ക് ഓൺ, വെൽഡിംഗ് നമുക്ക് ചെയ്യാം. ദിസ് ക്യാൻ ആൾസോ ബി ഹാർഡൻഡ് ടെമ്പേർഡ്, ഇത് എന്ത് ചെയ്യാം? ചെറിയ എലമെൻ്റ് ആയി തന്നെ ഹാർഡൻ ചെയ്യുക, ടെമ്പേർഡ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് വേരിയസ് പാർട്സ് ഓഫ് എയറോപ്ലെയിൻസ് ആൻഡ് ക്യാം ഷാഫ്റ്റ്. ഐസ് എഞ്ചിൻ്റെ ക്യാം ഷാഫ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക? ലോ LA സ്റ്റീൽ എന്ന് പറയാം, ലോ അലോ സ്റ്റീൽ എന്ന് വിളിക്കാം കേട്ടോ. ഇനി high alloy steel. Besides carbon, it has very high percentage of metals higher than low alloy steel. This classified into following type. കുറച്ചും കൂടി അലോയിങ് എലമെൻ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ വിളിക്കും. നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? ഇന്നലെ പഠിച്ചതിനെ ഒന്നും കൂടി അടിപൊളിയാക്കിയിട്ട് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഹൈ സ്പീഡ് സ്റ്റീൽ, HSS. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഹൈ ടങ്സ്റ്റൺ അലോ സ്റ്റീൽ ബിക്കോസ് ഇതിൻ്റെ വേറൊരു പേര് പഠിച്ചോക്കണ്ടോ. ഇറ്റ് ഹാസ് മോർ ക്വാണ്ടിറ്റി ഓഫ് ടങ്സ്റ്റൺ. അക്കോർഡിംഗ് ടു ക്വാണ്ടിറ്റി ഓഫ് ടങ്സ്റ്റൺ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 3. നമ്മൾ ഇന്നലെ പറഞ്ഞു TCV 18 കോമൺ ആയിട്ട് പറഞ്ഞാട്ട് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ടങ്സ്റ്റൺ 15%, ക്രോമിയം 4, വനേഡിയം 1. പക്ഷേ വനേഡിയം ക്രോമിയം നോക്കി നോക്കുക നിങ്ങൾ, അതിൻ്റെ 3 ക്ലാസിഫിക്കേഷനിലും ക്രോമിയം 4 ആയിരിക്കും, വനേഡിയം 1 ആയിരിക്കും. പക്ഷേ ഈ ടങ്സ്റ്റൻ്റെ അളവ് മാത്രം നമുക്ക് എന്ത് ചെയ്യുക? 22 ആക്കുക, 18 ആക്കുക, 14 ആക്കുക. അപ്പോൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത് സിമ്പിളാണ്. ഹൈ സ്പീഡ് സ്റ്റീൽ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടങ്സ്റ്റൻ നമുക്ക് എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് 18 ആണ്. ആയിക്കൂടെ നമുക്ക് എന്ത് ചെയ്യുക? 4 കുറക്കുക. 4 കുറച്ചാൽ എത്ര? 18 4 കുറച്ചാൽ 14. 18 കൂടെ 4 കൂട്ടാം, എത്ര? 22. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ പഠിച്ചൊക്കെ സിമ്പിളാണ്. ഇനി cutting tools are made out of it's because it is very hard but becomes soft at low critical temperature. Low critical temperature എന്ത് ചെയ്യും? ഇയാൾ സോഫ്റ്റ് ആവും. ദിസ് ടെമ്പറേച്ചർ ഇസ് റേസ്ഡ് ഔട്ട് ഓഫ് കട്ടിംഗ് പ്രോസസ് ഓഫ് ടൂൾ, ദെൻ ദി കട്ടിംഗ് ടൂൾ ബിക്കം യൂസ്ലെസ് ആൻഡ് അൺഫിറ്റ് ഫോർ വർക്ക്. ഇങ്ങനെ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതില്ല, പിന്നെ ഈ ടൂൾസ് കൊണ്ടൊന്നും ഉപകാരം ഉണ്ടാവില്ല. ബട്ട് ഡ്യൂ ടു ഹൈ പെർസെൻറ്റേജ് ഓഫ് ടങ്സ്റ്റൺ ഇറ്റ് കീപ്സ് വർക്കിംഗ് അപ് ടു ഹൈ ടെമ്പറേച്ചർ. പക്ഷേ ടങ്സ്റ്റൺ ഉള്ളത് കാരണം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഉപകാരപ്പെടും. അതായത് പെട്ടെന്ന് തന്നെ തേഞ്ഞ് പോകത്തൊന്നുമില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ടൂൾ, ഡ്രില്ല്, കട്ടേഴ്സ്, റീമേഴ്സ്, ഹാക്സോ ബ്ലേഡ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കാരണം നമുക്ക് എന്ത് ചെയ്യാം? ഇത് അപ്പീൽ കൊടുക്കാനൊക്കെ പറ്റും. ഇനി അടുത്ത രണ്ടാമത്തെയാണ് നിക്കൽ സ്റ്റീൽ. ഒന്നാമത്തെ ഹൈ സ്പീഡ് സ്റ്റീലായിരുന്നു, രണ്ടാമത്തെ നിക്കൽ സ്റ്റീലാണ്. ഇതിൽ 0.3% കാർബണും 0.25 to 0.30% നിക്കൽ. നമ്മൾ ഇന്നലെ പഠിച്ച വീഡിയോയിൽ 0.35% നിക്കൽ എന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഡ്യൂ ടു നിക്കൽ ഇറ്റ്സ് ടെൻസൈൽ സ്ട്രെങ്ത്, ഇലാസ്റ്റിക് ലിമിറ്റ്, ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യും. ഈ നിക്കൽ ആഡ് ചെയ്താൽ എന്തൊക്കെ കൂടുക? ടെൻസൈൽ, ഇലാസ്റ്റിക് ലിമിറ്റ്, ഹാർഡ്നെസ്, ഇതെല്ലാം കൂടുക ചെയ്യുക കേട്ടോ. ഈ ഡസ് നോട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റും. നിക്കൽ എന്ത് ചെയ്യില്ല? റെസ്റ്റ് എടുക്കില്ല, അറിയാലോ. Its cutting resistance increases 6 times more than plain carbon steel due to 0.35% നിക്കൽ പെർസെൻറ്റേജ്. 6 പ്ലെയിൻ കാർബൺ സ്റ്റീലിനേക്കാളും 6 മടങ്ങ് എന്താണ് ഇതിൻ്റെ കട്ടിങ് റെസിസ്റ്റൻസ് കൂടുതലാണ്. കാരണം 0.35% നിക്കലുള്ള കാരണം. ദിസ് ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് റിവറ്റ്, പൈപ്പ്. ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇഫ് 5%, ഇതാണ് നെക്സ്റ്റ് ചോദ്യം. ഇഫ് 5% ഓഫ് കൊബാൾട്ട് ഈസ് മിക്സഡ് വിത്ത് 30-35% നിക്കൽ, ഇറ്റ് ബിക്കം ഇൻവാർ സ്റ്റീൽ. ആ ഇൻവാർ സ്റ്റീൽ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ മേക്കിംഗ് പ്രിഷ്യസ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ ഇൻവാറിൻ്റെ ടൈപ്പ് പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ ക്ലോക്കിൻ്റെ പെൻഡുലം, അതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കുക കേട്ടോ. ഇൻവാർ സ്റ്റീൽ. ഇനി വനേഡിയം സ്റ്റീൽ പറഞ്ഞു കഴിഞ്ഞാൽ വനേഡിയം സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ചത് ഹൈ സ്പീഡ് സ്റ്റീൽ, രണ്ടാമത് നിക്കൽ സ്റ്റീൽ, മൂന്നാമത്തെ വനേഡിയം കേട്ടോ. ഇത് കണ്ടതിന് 1.5% കാർബൺ, 12% ടങ്സ്റ്റൺ, 4% ക്രോമിയം, 5% വനേഡിയം, 5% കൊബാൾട്ട്. ഈ അലോയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കുക തന്നെ വേണം. ഇറ്റ് ഈസ് ഇലാസ്റ്റിക് ലിമിറ്റ്, ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റി ഈസ് മോർ. അലോയിങ് എലമെൻറ്റ് പഠിക്കാനുള്ള ഒരു ഐഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഓരോന്നിൻ്റെ ഫസ്റ്റ് ലെറ്റർ പഠിച്ചാൽ മതി. TCVC. ഈ ലാസ്റ്റ് സി ഉള്ളതിന് പറയുക കൊബാൾട്ടിൻ്റെ ചിഹ്നമായിട്ടുള്ള CO കൊടുക്കുക കേട്ടോ. അപ്പോൾ മാറില്ല. എത്ര? T എത്ര? 12%. ടങ്സ്റ്റൺ എത്രയാണ്? 12. ക്രോമിയം 4. 5% വെനേഡിയം, 5% കൊബാൾട്ട്. ലാസ്റ്റ് സി എന്നുള്ളതിന് പകരം CO എന്ന് കൊടുക്കുക കേട്ടോ. പിന്നെ കൊബാൾട്ട് ഒന്നും മാറത്തില്ല. ഇസ് ഇലാസ്റ്റിക് ലിമിറ്റ്, ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റി ഈസ് മോർ. ഇറ്റ് ഹാസ് സ്ട്രെങ്ത് ടു ബിയർ ഷാർപ്പ് ജർക്ക്. ഇതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇറ്റ്സ് മെയിൻലി യൂസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? വനേഡിയം സ്റ്റീൽ ഉപയോഗിക്കാം. ഇനി അടുത്തത് മാംഗനീസ് പെർസെൻറ്റേജ് നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മളെ വീഡിയോ ഭയങ്കര ലെങ്ത്തായി പോകും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? മെയിനായിട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഈ പെർസെൻറ്റേജ് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ ഡിസംബറൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടി ഷോർട്ടായിട്ടുള്ള നോട്ട് ഒരു PPT മുഖേന നോക്കുന്നുണ്ട്. നമുക്ക് സമയം കിട്ടുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം, നമുക്ക് മാക്സിമം
ഇനി അടുത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതാണ് അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ്. എല്ലാം വിത്ത് അയൺ ഇറ്റ് കണ്ടന്റ് 0.2 മുതൽ 19.6%. അതായത് അയൺ ഉണ്ടാവും, അതിന് ബാക്കിയുള്ളതിൽ 90% കാർബൺ ഉണ്ടാവും, അതുപോലെ 12.8% ക്രോമിയം ഉണ്ടാവും, 8% നിക്കൽ ഉണ്ടാവും, 2% മോളിബ്ഡിനം ഉണ്ടാവും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ്, നമുക്കറിയാം, ലൈക്ക് നൈഫ്സ്, സിസേഴ്സ്, യൂട്ടൻസിൽസ്, എയറോപ്ലെയിൻസിൻ്റെ പാർട്സൊക്കെ എന്ത് ചെയ്യും, ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിച്ചു വെക്കാം. സ്റ്റെയിൻലെസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ ക്രയോജനിക് ടഫ്നെസ് ഉണ്ടായിരിക്കും, വർക്ക് ഹാർഡനിങ് റേറ്റ് കൂടുതലായിരിക്കും, ഹോട്ട് സ്ട്രെങ്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും നമുക്കറിയാമല്ലേ. മോർ അട്രാക്റ്റീവ് അപ്പിയറൻസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടിട്ടില്ല നമ്മൾ നല്ല വെട്ടിത്തിളങ്ങൂലേ. ലോവർ ഇൻ മെയിൻ്റനൻസ്, കാരണം അത് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സിലിക്കൺ സ്റ്റീൽ, കൊബാൾട്ട് സ്റ്റീൽ, സിലിക്കൺ സ്റ്റീൽ നമുക്ക് നോക്കി വെക്കാം. 14% സിലിക്കൺ ഉണ്ടാവുക. അതിൻ്റെ യൂസുകൾ നിങ്ങൾ നോക്കി വെക്കുക, അതുപോലെ തന്നെ ഈ പെർസെൻറ്റേജ് നിങ്ങൾ നോക്കി വെക്കുക. അതിൻ്റെ അപ്ലിക്കേഷൻ എന്തൊക്കെ, ഇലക്ട്രിക് മോട്ടോർ, ജനറേറ്റർ, ലാമിനേഷൻ ഓർ ട്രാൻസ്ഫോമർ, കാരണം സിലിക്കൺ അല്ലേ. ഈ കെമിക്കൽ ഇൻഡസ്ട്രീസ് 14% സിലിക്കൺ മിക്സ്ചർ ഈസ് യൂസ്ഡ്. ഈ കൊബാൾട്ട് സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ കണ്ടെയ്ൻ 5 മുതൽ 30% വരെ കൊബാൾട്ട്. ടഫ്നെസ് ആൻഡ് ടെനാസിറ്റി ഈസ് ഹൈ. ഇറ്റ് ഹാസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ദെയർഫോർ യൂസ് ടു പെർമനൻറ്റ് മാഗ്നറ്റിക്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടില്ലേ കൊബാൾട്ട് സ്റ്റീൽ, കൊബാൾട്ടാണ് ഇന്നലെ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി അയണും സ്റ്റീലും തമ്മിലുള്ള ഡിഫറൻസ് സിമ്പിളാണ്. ഈ ഒരു ടേബിളാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ സ്റ്റീലിൻ്റെ ഉണ്ട്, മൈൽഡ് സ്റ്റീൽ ഉണ്ട്, കാസ്റ്റ് അയൺ ഉണ്ട്. അതിൽ പ്രോപ്പർട്ടി, സ്ട്രെങ്ത്, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി ഇതിങ്ങനെ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. ഈ കാസ്റ്റ് അയണിൽ 2 മുതൽ 4% വരെ കാർബൺ ഉണ്ടാകും. പക്ഷേ മൈൽഡ് സ്റ്റീൽ ആകുമ്പോൾ എന്ത് ചെയ്യും, മൈൽഡാണ്, വളരെ കുറച്ചാണ്. നമ്മൾ പെർസെൻറ്റേജ് പറഞ്ഞു അല്ലേ, 0.15 to 0.25. പിന്നെ സ്റ്റീലിലാണെങ്കിൽ എന്ത് വരും, 0.5 മുതൽ 1.5 അല്ലെങ്കിൽ 1.7 വരെ കാർബൺ വരും. പിന്നെ ഇത് വെൽഡബിൾ ആണോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് പഠിച്ചു വെക്കണേ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫെറസ് മെറ്റലും നോൺ ഫെറസ് മെറ്റലും ഈ ഒരു ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഈ കാസ്റ്റ് അയണും സ്റ്റീലും ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഫെറസും നോൺ ഫെറസും നമ്മൾ സിലബസിൽ പറഞ്ഞ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഒന്നാമത്തെ ഫെറസ്, അയൺ കണ്ടൻറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. മറ്റേ എന്തായിരിക്കും, അയൺ കണ്ടൻറ്റ് തീരെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. അയൺ കണ്ടൻറ്റ് മിസ്സിംഗ് ആണ്. നോൺ ഫെറസ് പറയുമ്പോൾ അതിൽ അയൺ ഉണ്ടാകത്തില്ല. ഈ മെൽറ്റിംഗ് പോയിൻറ്റ് എന്തായിരിക്കും, ഫെറസ് ഉള്ള കാരണം തന്നെ വളരെ കൂടുതലായിരിക്കും. പിന്നെ ടിന്ന്, ലെഡ്, കോപ്പർ അതൊക്കെ കണ്ടില്ലേ, അലുമിനിയം ഒക്കെ മാക്സിമം എത്ര വരെ പോകുള്ളൂ നമുക്കറിയാമല്ലേ. മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ കുറവാണ്, വളരെയല്ല അത്യാവശ്യം കുറവാണ്. ദിസ് ഇസ് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളർ, ദിസ് ഇസ് ഡിഫറെൻറ്റ് കളർ. കോപ്പറിൻ്റെ കളർ നമ്മൾ പഠിച്ചു, സിങ്കിൻ്റെയും ബ്രാസിൻ്റെ കളർ നേരത്തെ വീഡിയോയിൽ പഠിച്ചു. ദിസ് കാച്ചസ് റസ്റ്റ്, പക്ഷേ ഇതെന്തായിരിക്കില്ല, തുരുമ്പിടിക്കത്തില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാം, കാന്തിക സ്വഭാവം ഉണ്ടാക്കാം. ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, കാന്ത അട്രാക്ട് ചെയ്യപ്പെട്ടില്ല. ഇനി ബ്രിട്ടിൽ ഇൻ കോൾഡ് സ്റ്റേറ്റ്, ദിസ് ബിക്കം ബ്രിട്ടിൽ ഇൻ ഹോട്ട് സ്റ്റേറ്റ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആട്ടോ. ഇനി കാസ്റ്റ് ആണ് സ്റ്റീലും തമ്മിൽ വ്യത്യാസം. കാർബൺ കണ്ടൻറ്റ് ഹൈ ആണ്, സ്റ്റീലിൽ എന്തായിരിക്കും 0.17 നമ്മൾ 0.1 മുതൽ ആ പെർസെൻറ്റേജ് പഠിച്ചില്ലേ, മൈൽഡ് സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ, അത്ര ഹൈ കാർബൺ സ്റ്റീൽ ഇത്രയാണ് വരിക. ഇനി കാർബൺ അതിൻ്റെ ഫ്രീ സ്റ്റേറ്റിലാണ് കാണുക, പക്ഷേ കാർബൺ ഇതിൽ മിക്സ് ചെയ്യുക. ഇനി മെൽറ്റിംഗ് പോയിൻ്റ് എന്താണ്, ലോ ആണ്, പക്ഷേ മെൽറ്റിംഗ് പോയിൻ്റ് കൂടുതലാണ് ഇതിൽ. ഇത് മാഗ്നറ്റൈസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഈ കാസ്റ്റ് അയൺ നമ്മളൊരു തെറ്റിദ്ധാരണയാണ്, കാസ്റ്റ് അയൺ എന്ത് ചെയ്യും, മാഗ്നറ്റ് ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷേ എന്ത് ഇല്ലാറ്റില്ല, ഇറ്റ് കനോട്ട് ബി മാഗ്നറ്റൈസ്ഡ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. ഇനി ബ്രിട്ടിലാണ്, കനോട്ട് ബി ഫോർജ്ഡ്, പക്ഷേ ഇതെന്ത് ചെയ്യുക, ഫോർജ് ചെയ്യുക. ഈ 2 പോയിൻറ്റ്, 4ാമത്തെ 5ാമത്തെ പോയിൻ്റ് എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ റെസ്റ്റ് എന്ത് ചെയ്യും, പെട്ടെന്ന് പിടിക്കും. പിന്നെ ഇത് ഇറ്റ് റെസ്റ്റ് വിത്ത് ഡിഫിക്കൽട്ടി, ഇറ്റ് കനോട്ട് ബി വെൽഡഡ്, ഇറ്റ് ക്യാൻ ബി വെൽഡഡ്. ഈ ഒരു കള്ളി നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കുക. കാസ്റ്റ് അയണിൻ്റെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, അത്യാവശ്യം കുറച്ച് കാലത്തൊക്കെ തുരുമ്പിടിക്കത്തില്ല. നിങ്ങൾ ഈ മറ്റേ നമ്മളെ കാർപ്പൻട്രിയിലൊക്കെ അതിൻ്റെയൊക്കെ പഴയ ലെയ്ത്ത് അതൊക്കെ ഇപ്പോഴും പെയിൻ്റ് അടിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്യില്ല, തുരുമ്പിടിച്ചിട്ടുണ്ടാവില്ല. അതാണ് ഇറ്റ് റസ്റ്റ് വിത്ത് ഡിഫിക്കൽട്ടി. റസ്റ്റ് പിടിച്ചാൽ തുടങ്ങി എന്ത് ചെയ്യും, പിടിക്കും, പക്ഷെ അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, വല്ലാണ്ട് തുരുമ്പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഈ പോയിൻ്റ് പറയുന്നത് കേട്ടോ. നമ്മൾ അടുത്ത റെഫർ ചെയ്യുന്ന ബുക്ക് ഇതാട്ടോ, അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്കാണ്. നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കി നോക്കാം. നമുക്ക് ഷീറ്റ് മെറ്റൽ വർക്കിൻ്റെ ടൂൾസ്,
സിലബസ് പ്രകാരം നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം ബെഞ്ച് സ്റ്റേക്ക്. നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ ഉണ്ടല്ലോ, ആ സ്റ്റേക്കുകൾ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 3-4 ടൂളുണ്ട്. അതിൽ ബെഞ്ച് പ്ലേറ്റ്, റിവോൾവിംഗ് ബെഞ്ച് പ്ലേറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഷീറ്റ് മെറ്റൽ ഈസ് ഷേപ്ഡ് പ്രിൻസിപ്പലി ബൈ ബീങ് ബെൻഡ് ഓവർ ആൻവിൽസ് ഓഫ് പെർട്ടിക്കുലർ ഫോംസ് നോൺ ആസ് സ്നേക്സ് ഒരുപാട് ഷേപ്പ് ഉണ്ട്. ഹോസ് ഷൂ, അതുപോലെ ടിൻമാൻ അൻവില്, ബോട്ടം റൗണ്ട് ഷേപ്പ് സ്റ്റേക്ക്, അതിൽ നിന്നെല്ലാം ചോദ്യം വരും.